വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം 7th സെമസ്റ്റർ NDDSലെ ഒക്കുലർ ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒക്കുലർ ഫോമുലേഷൻസ് നമ്മൾ ഇന്ന് മെയിനായിട്ട് അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഒക്കുലർ ഫോമുലേഷൻസ്? ഒക്കുലർ ഡ്രഗ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും ഐസിലോട്ട് ഡ്രഗ്സിനെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഫുഡ് ട്രീറ്റിംഗ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? വേരിയസ് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സെഗ്മെൻറ്റ് ഡിസീസസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒക്കുലർ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ ഉണ്ട്. എക്സാമ്പിളാണ് സൊല്യൂഷൻ, സസ്പെൻഷൻ, എമൽഷൻ, ഓയിൻമെൻറ്റ്, ജെൽ. വെസിക്കുലർ സിസ്റ്റം ഉണ്ട്. ലിപ്പോസോംസ്, നിയോസോം, ഡിസ്കോസോംസ്. കൺട്രോൾഡ് റിലീസ് സിസ്റ്റം ഉണ്ട്. ഒക്കുലർ ഇൻസേർട്സ്, ഇംപ്ലാന്റ്സ്, ഹൈഡ്രോജെൽസ്, കോണ്ടാക്ട് ലെൻസസ്, കൊളാജൻ ഷീൽഡ്സ്, മൈക്രോനീഡിൽസ്, അയോണ്ടോഫോറസിസ്. പെർട്ടിക്കുലേറ്റ് സിസ്റ്റംസ് ഉണ്ട്. മൈക്രോ പാർട്ടിക്കിൾസും നാനോ പാർട്ടിക്കിൾസും. അതാണ് ഒക്കുലർ ഫോമുലേഷൻസിൻ്റെ ടൈപ്സ് വരുന്നത്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കൺവെൻഷണൽ സിസ്റ്റം. അതിൽ ഐ ഡ്രോപ്സും ഓയിൻമെൻറ്റ്സും ആണുള്ളത്. ലിമിറ്റേഷൻ എന്താണ് അതിൻ്റെ മെയിനായിട്ട്? ഒക്കുലർ ക്യാവിറ്റിയിൽ നിന്ന് പെട്ടെന്നുള്ള റിമൂവൽ അവിടെ നടക്കുന്നുണ്ട്. കാരണം ഒന്നുകിൽ ഈ കണ്ണുനീര് കാരണം, ടിയർ ഫ്ലോ കാരണം, അല്ലെങ്കിൽ നാസോലാക്രിമൽ ഡ്രെയിനേജ് കാരണമാണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അതിന് പുവർ ബയോ അവൈലബിലിറ്റി ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫ്രീക്വൻറ്റ് ഡോസിങ് റിക്വയർഡ് ആണ്. വിഷൻ നമുക്ക് കാഴ്ചയിൽ ചെറിയൊരു തടസ്സം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ബൾക്ക് സ്കെയിൽ മാനുഫാക്ചറിങ് ആണ്. ഹൈ പേഷ്യൻ്റ് ആക്സെപ്റ്റബിലിറ്റി, എഫക്റ്റീവ് ആണ്. സ്റ്റേബിൾ ഡ്രഗ് പ്രൊഡക്ട്സ് ആണ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് അതിൽ ഓരോ ടൈപ്പ് നോക്കാം. ഫസ്റ്റ് സൊല്യൂഷനാണ്. സൊല്യൂഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അത് കൺവീനിയൻ്റ് ആണ്, സേഫ് ആണ്, നോൺ ഇൻവേഴ്സീവ് ആണ്, ഹൈ പേഷ്യൻ്റ് ആക്സെപ്റ്റബിലിറ്റി ഉണ്ട്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഡിസഡ്വാൻറ്റേജസ് ആണ് പുവർ ബയോ അവൈലബിലിറ്റി ആണ്, ഫ്രീക്വൻറ്റ് ഡോസിങ് ആവശ്യമുണ്ട്, പെട്ടെന്ന് പ്രീകോർണിയൽ എലിമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആയിരിക്കും. സസ്പെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോണ്ടാക്ട് ടൈം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഡ്രഗിൻ്റെ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തത് എമൽഷൻ ആണ്. എമൽഷൻ ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ ആണ് നമ്മൾ കൂടുതലായിട്ടും വാട്ടർ ഇൻ ഓയിലിനെക്കാട്ടിലും പ്രിഫർ ചെയ്യുന്നത്. കാരണം അതിന് ഇറിറ്റേഷൻ കുറവായിരിക്കും, ബെറ്റർ ഒക്കുലർ ടോളറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് പ്രൊലോങ്ഡ് ഡ്രഗ് ആക്ഷനും, ഇംപ്രൂവ്ഡ് പ്രീ കോർണിയൽ റെസിഡൻസ് ടൈം, ബെറ്റർ കോർണിയൽ പെർമിയേഷൻ. ഡിസഡ്വാൻറ്റേജസ് ആണ് ബ്ലർഡ് വിഷൻ, പേഷ്യൻ്റ് കോംപ്ലയൻസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓയിൻമെൻറ്റ്സ് ആണെങ്കിലോ അതിന് ബയോ അവൈലബിലിറ്റി കൂടുതലായിരിക്കും, സസ്റ്റെയിൻഡ് ഡ്രഗ് റിലീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐലിഡ് സ്റ്റിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്, പേഷ്യൻ്റ് കോംപ്ലയൻസ് കുറവായിരിക്കും, ബ്ലർഡ് വിഷൻ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. ഇതാണ് മെയിനായിട്ടും കൺവെൻഷണൽ സിസ്റ്റത്തിൽ പറയുന്നത്. അടുത്തത് നോവൽ ഒക്കുലർ ഡ്രഗ് ഡെലിവറി സിസ്റ്റം ആണ്. അത് ആക്യുറേറ്റ് ഡോസിങ് എൻഷുവർ ചെയ്യുന്നുണ്ട്. കൺവെൻഷണൽ ഡെലിവറി സിസ്റ്റത്തിൻ്റെ സൈഡ് എഫക്ട്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സസ്റ്റെയിൻഡ് ആൻഡ് കൺട്രോൾഡ് റിലീസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോർണിയൽ കോണ്ടാക്ട് ടൈം ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഒക്കുലർ ബയോ അവൈലബിലിറ്റി അവിടെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി എനേബിൾ ചെയ്യുന്നുണ്ട്. ഒക്കുലർ പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സിനൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതായത് ഡ്രെയിനേജ്, ലാക്രിമേഷൻ, കൺജക്റ്റീവൽ അബ്സോർപ്ഷൻ ഒക്കെയാണ്. അങ്ങനെ പേഷ്യൻറ്റിന് കൂടുതൽ കംഫോർട്ടും കൺവീനിയൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവറോൾ തെറാപ്യൂട്ടിക് പെർഫോമൻസ് ഡ്രഗ്സിൻ്റെ അത് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ബേസിക് ഒക്കുലർ സിസ്റ്റംസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് ലിപ്പോസോം. ലിപ്പോസോം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എന്താണ് ലിപ്പോസോം? ബയോഡിഗ്രേഡബിൾ ആണ്, നോൺ ടോക്സിക് ആണ്, ആംഫിബിലിക് വെസിക്കിൾസ് ആണ്, ഫോസ്ഫോലിപ്പിഡ്സും കൊളസ്ട്രോൾസും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡ്രഗ് പെർമിയബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. എൻട്രാപ്ഡ് ഡ്രഗ്സിൻ്റെ സസ്റ്റെയിൻ റിലീസിന് വേണ്ടിയിട്ടും, ഡ്രഗ്സ് വിട്രസ്, റെറ്റീന ആൻഡ് കൊറോയിഡിലോട്ട് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടും, നോൺ ടാർഗറ്റ് ടിഷ്യൂസിനെ അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ലിപ്പോസോംസ് യൂസ് ചെയ്യുക. അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഓക്സിഡേറ്റീവ് ഡീഗ്രഡേഷൻ ഫോസ്ഫോലിപ്പിഡ്സിന് ഉണ്ടാവും, അത് എക്സ്പെൻസീവ് ആണ്, പ്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് ലിപ്പോസോം വരുന്നത്. നിയോസോംസ് ആൻഡ് ഡിസ്കോസോംസ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും ബൈലെയർ വെസിക്കിൾസ് ആണ്. അത് ഹൈഡ്രോഫിലിക് ആൻഡ് ലിപ്പോഫിലിക് ഡ്രഗ്സിനെ എൻട്രാപ്പ് ചെയ്യുന്നുണ്ട്. നോൺ അയണിക് സർഫാക്റ്റൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിയോസോംസിൻ്റെ സ്ട്രക്ചർ ലിപ്പോസോംസിനോട് സിമിലർ ആയിരിക്കും. ആംഫിബിലിക് ആൻഡ് ലിപ്പോഫിലിക് ഡ്രഗ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ലെസ് ടോക്സിക് ആയിരിക്കും, തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്.
ഡിസ്കോസോംസ് എന്ന് പറഞ്ഞാൽ അത് മോഡിഫൈഡ് നിയോസോംസ് ആണ്. അതിന് ലാർജ് സൈസ് ആയിരിക്കും. കൾഡിസാക്കിലൊക്കെ കൾഡിസാക്കിലൊക്കെ അത് ബെറ്റർ ആയിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ സിസ്റ്റമിക് സർക്കുലേഷനിലായി ഡ്രെയിൻ ആയി പോവില്ല. ഹൈ എൻട്രാപ്മെൻറ്റ് എഫിഷ്യൻസി ആണുള്ളത്. ഓഫ്താൽമിക് യൂസിന് അത് സേഫ് ആയിരിക്കും. ഇതാണ് നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം വരുന്നത്. അടുത്തത് കൺട്രോൾഡ് റിലീസ് സിസ്റ്റംസ് ഇൻ ഒക്കുലർ ഡ്രഗ് ഡെലിവറി. ഒക്കുലർ ഡ്രഗ് ഡെലിവറിൻ്റെ കേസിലുള്ള കൺട്രോൾഡ് റിലീസ് സിസ്റ്റംസ് ആണ്. ഫസ്റ്റ് വൺ ആണ് ഇംപ്ലാന്റ്സ്. ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഡിഗ്രേഡബിൾ ഓർ നോൺ ബയോഡിഗ്രേഡബിൾ പോളിമറിക് മെംബ്രെയിൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നോൺ ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ പോളിവിനൽ ആൽക്കഹോൾ ഉണ്ട്, എത്തിലിൻ വിനൽ അസറ്റേറ്റും ഉണ്ട്. അതിന് ലോ ബേസ്റ്റ് എഫക്റ്റ് ആണുള്ളത്. അതാണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. സർജിക്കൽ റിമൂവൽ ആവശ്യമുണ്ട്. വൺസ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് യൂസ് ചെയ്യുന്നതാണ് പോളിലാക്റ്റിക് ആസിഡും പോളിഗ്ലൈക്കോലിക് ആസിഡും. അത് എൻസൈമാറ്റിക് അല്ലെങ്കിൽ നോൺ എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ് അണ്ടർഗോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡ്രഗിൻ്റെ ബൾക്ക് എറോഷൻ കോസ് ചെയ്യുന്നുണ്ട്. സർഫസ് എറോഷൻ അല്ല, അവിടെ ബൾക്ക് എറോഷൻ ആണ് കോസ് ചെയ്യുക. അടുത്തത് കോണ്ടാക്ട് ലെൻസ് ആണ്. കോണ്ടാക്ട് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സൊല്യൂബിൾ ഡ്രഗ്സിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഡ്രഗ് സൊല്യൂഷൻസുമായിട്ട് സോഫ്റ്റൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊലോങ്ഡ് ടൈമിന് ഡ്രഗ് റിലീസ് ചെയ്യും. ഒക്കുലർ റെസിഡൻസ് ടൈം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ആർട്ടിഫിഷ്യൽ ടിയർ ഇൻസേർട്സ് ആണ്. ആർട്ടിഫിഷ്യൽ ടിയർ ഇൻസേർട്സ് എന്ന് പറഞ്ഞാൽ റോഡ് ഷേപ്ഡ് പെല്ലറ്റ്സ് ആണ്. ഹൈഡ്രോക്സി പ്രൊപ്പൈൽ സെല്ലുലോസിൻ്റെ സസ്റ്റൈൻഡ് റിലീസ് ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡ്രൈ ഐ ഡിസോർഡേഴ്സിന് ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് മൈക്രോ നീഡിൽസ് ആണ്. പോസ്റ്റീരിയർ ഒക്കുലർ ടിഷ്യൂസിലോട്ടാണ് ഡ്രഗ്സിനെ ഡെലിവർ ചെയ്യുന്നത്. ഇൻട്രാവെട്രിയൽ ഇഞ്ചെക്ഷൻസ് കോസ് ചെയ്യുന്ന റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഡ്രഗ്സിനെ ഡയറക്ട്ലി സ്ക്ലീറയിലോട്ടോ സുപ്രാകൊറോയിഡൽ സ്പേസിലോട്ടോ ആണ് ഡെലിവർ ചെയ്യുന്നത്. നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മൈക്രോ പാർട്ടിക്കിൾ സസ്പെൻഷനൊക്കെ ഡെലിവർ ചെയ്യാൻ സാധിക്കും. അടുത്തത് ഒക്കുലർ അയൺടോഫോറിസിസ് ആണ്. അവിടെ ഡയറക്റ്റ് കറണ്ട് യൂസ് ചെയ്തിട്ടാണ് ചാർജ്ഡ് മോളിക്യൂൾസിനെ ടിഷ്യൂസിലോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ ആനോഡിലോട്ടും നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ കാഥോഡിലോട്ടും ആണ് ഡെലിവർ ചെയ്യുക. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഫാസ്റ്റ് ആണ്, പെയിൻലെസ് ആണ്, സേഫ് ആണ്, ഹൈ കോൺസെൻട്രേഷൻ അത് ഡെലിവർ ചെയ്യുന്നുണ്ട്. അടുത്തത് കൊളാജൻ ഷീൽഡ്സ് ആണ്. ഹൈലി ബയോകോമ്പാക്റ്റിബിൾ ആണ്, ബയോഡിഗ്രേഡബിൾ ആണ്, ലോ ആൻറ്റിജനിസിറ്റി ആണ് ഉള്ളത്. സ്റ്റോർഡ് ഹൈഡ്രേറ്റഡ് ബിഫോർ യൂസ്. അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഹൈഡ്രേറ്റ് ചെയ്യണം. സ്റ്റോർ ചെയ്യുന്നത് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളതാണ്. ഡ്രഗ് ലോഡഡ് ബൈ സോക്കിംഗ് ഇൻ ഡ്രഗ് സൊല്യൂഷൻ ഡിസ്കംഫോർട്ട് കോസ് ചെയ്യും, വിഷനുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യും. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ്. അടുത്തത് ഒക്യുസേർട്ട് ആണ്. ഒക്യുസേർട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എലിപ്റ്റിക്കൽ ഡിവൈസ് ആണ്. ഇൻഫീരിയർ കൾഡിസാക്കിലാണ് പ്ലേസ് ചെയ്യുന്നത്. ഡ്രഗ്സിനെ ഒരു സസ്റ്റെയിൻഡ് മാനറിലാണ് റിലീസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് കൺട്രോൾഡ് റിലീസ് സിസ്റ്റം ഇൻ ഒക്കുലർ ഡ്രഗ് ഡെലിവറി. അടുത്തത് പെർട്ടിക്കുലേറ്റ് സിസ്റ്റം ആണ്. പെർട്ടിക്കുലേറ്റ് സിസ്റ്റത്തിൽ വരുന്നതാണ് നാനോ പാർട്ടിക്കിൾസും മൈക്രോ പാർട്ടിക്കിൾസും. പെർട്ടിക്കുലേറ്റ് പോളിമറി ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ വരുന്നതാണ് മൈക്രോ പാർട്ടിക്കിൾസ് ആൻഡ് നാനോ പാർട്ടിക്കിൾസ്. ഇത് കാരിയേഴ്സ് ആയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓഫ്താൽമിക് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണെങ്കിൽ അപ്പർ സൈസ് ലിമിറ്റ് മൈക്രോ പാർട്ടിക്കിൾസിൻ്റെ അപ്പർ സൈസ് ലിമിറ്റ് 5 to 10 മൈക്രോമീറ്റർ ആണ്. ഈ ഒരു സൈസിന് കൂടിക്കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് സ്ക്രാച്ചിങ് അല്ലെങ്കിൽ ഇറിറ്റേഷൻ സെൻസേഷൻ അതിലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രഗ് ബൈൻഡിങ് എങ്ങനെയാണ്? ഈ ഡ്രഗ് കാരിയറിലോട്ട് ബൈൻഡ് ചെയ്യുന്നത് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മൈക്രോസ്പിയേഴ്സും നാനോ പാർട്ടിക്കിൾസും ഒക്കെ പ്രോമിസിങ് കാരിയേഴ്സ് ആണ്. കാരണം അതിന് ഒക്കുലർ ബയോഅവൈലബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. കൺട്രോൾഡ് ആൻഡ് സസ്റ്റെയിൻഡ് റിലീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രീ കോർണിയൽ ഏരിയയിലൊക്കെ ഡ്രഗ് റിട്ടൻഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പെർട്ടിക്കുലേറ്റ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആണ് നാനോ പാർട്ടിക്കിൾ, നാനോ ക്യാപ്സ്യൂൾസ്, മൈക്രോ എമൽഷൻ, നാനോ സസ്പെൻഷൻസ്. ഈ പെർട്ടിക്കുലേറ്റ് സിസ്റ്റം തെറാപ്യൂട്ടിക് എഫിക്കസി ഓഫ് ഡ്രഗ്സിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് പെർട്ടിക്കുലേറ്റ് സിസ്റ്റം. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ ഒരു ഓഫ്താൽമിക് അല്ലെങ്കിൽ ഒക്കുലർ ഫോർമുലേഷൻസിൽ പഠിക്കാനുള്ളത്. എന്താണ് ഒക്കുലർ ഡ്രഗ് ഡെലിവറി? അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. കൺവെൻഷണൽ സിസ്റ്റം, അതിൽ സൊല്യൂഷൻ, സസ്പെൻഷൻ, എമൽഷൻ, ഓയിൻമെൻറ്റ്. നോവൽ ഒക്കുലർ ഡ്രഗ് ഡെലിവറി സിസ്റ്റം ലിപ്പോസോംസ്, നിയോസോംസ് ആൻഡ് ഡിസ്കോസോംസ്. കൺട്രോൾഡ് റിലീസ് സിസ്റ്റംസ് ആണ് ഇംപ്ലാന്റ്സ്, കോണ്ടാക്ട് ലെൻസ്, ആർട്ടിഫിഷ്യൽ ടിയർ ഇൻസേർട്സ്, മൈക്രോ നീഡിൽസ്, ഒക്കുലർ അയൺടോഫോറിസിസ്, കൊളാജൻ ഷീൽഡ്സ്, ഒക്യുസേർട്സ്. പെർട്ടിക്കുലേറ്റ് സിസ്റ്റത്തിൽ വരുന്നതാണ് നാനോ പാർട്ടിക്കിൾസും മൈക്രോ പാർട്ടിക്കിൾസും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒക്കുലർ ഫോർമുലേഷൻസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ 3-4 ക്ലാസ്സുകളായിട്ട്
ഒക്കുലർ ഡ്രഗ് ഡെലിവറി സിസ്റ്റം ഡിസ്കസ് ചെയ്യായിരുന്നു. അതിൻ്റെ വേറെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോട്ട്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ടവർ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.